ഞാനങ്ങനെ അഴീക്കോട് നീർക്കടവിലുള്ള മണ്ഡ്യംകാവിൽ തെയ്യത്തിന് പോവാണ്. അതായത് ഗുളികൻ തെയ്യമുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക തൊണ്ടച്ചൻ വയനാട്ട് കുലവൻ തെയ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുലർച്ചെ 3 മണിക്കാണ് തെയ്യം തുടങ്ങുന്നത്. ആ ഒരു സമയമാകുമ്പോൾ പോയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങി. അങ്ങനെ പോകുമ്പോഴാണ് എനിക്കൊരു കാര്യം ആലോചിച്ചത്. കാരണം എന്താ പറയുക, 3 ശ്മശാനങ്ങൾ കടന്നിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന സമയത്ത് 2:30 മണിയാണ്. ഇനി എന്തൊക്കെ പേടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ നിമിഷം എന്ന് പറഞ്ഞാൽ മരിച്ചവരെല്ലാവരും നമ്മളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ടൗൺ ആണെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. പയ്യാമ്പലത്ത് ടൗൺ ആണ്, അല്ലെങ്കിൽ ഇത്തിരി അടുത്തല്ലേ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല. അതിലും കൂടുതൽ എന്ന് പറഞ്ഞാൽ വല്ല നാട്ടിൻ പ്രദേശത്ത് ഉണ്ടാവും. അവിടെയാണെങ്കിൽ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നവനങ്ങ് ഉണ്ടാകും. പക്ഷേ ടൗണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ചയും പൂച്ചയും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നടന്നു വരുമ്പോൾ ഉണ്ടാവും നമ്മളെ ആ ഒരു എങ്ങനെയായാലും നോക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പാലത്ത് നിന്ന് നമ്മൾ പെട്ടെന്ന് നോക്കി പോകാറുണ്ട്. നോക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഇങ്ങനെ പുകച്ചുരുളുകളായിട്ട് ഇങ്ങനെ പോകുന്ന ഇതായിരിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് അത് എങ്ങനെയല്ലോ കടന്ന് തുള്ളി, അതായത് അവിടുത്തെ പിന്നെ ഇതൊന്നും ഇല്ലാട്ടാ, അന്നേരം അതിൻ്റെ അടിയിൽ പോകുന്ന കച്ചറ കൊള്ളൂല്ലേ, അതൊന്നും നമ്മൾ ഓർക്കുന്നേ ഇല്ല. അവിടെ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടണം. അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് രക്ഷപ്പെട്ട് ഇപ്പുറത്ത് വന്ന് പിന്നെയും വിജനമായ കടൽ തീരാണ്. പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും കുറേ റിസോർട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുഞ്ഞുമക്കളെ ഒരാൾ പോലും വെളിയിലില്ല. ഒരു തെയ്യമല്ലേ, എന്നാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ വഴി വന്നത്. അപ്പുറത്തെ വഴിയാണെങ്കിൽ കുറച്ച് ചുറ്റി വളഞ്ഞിട്ട് വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ കടൽ തീരം വഴി വന്നത്. പിന്നെയും കിടക്കുമല്ലേ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞയാണ്. ആ മഞ്ഞ കടന്നു കിട്ടുക. ആ പള്ളി മിനാരങ്ങളെല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഈശ്വര, ഇതിനെ എങ്ങനെ അങ്ങോട്ട് കടന്നു കിട്ടുക? അതെ, ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമല്ല കേട്ടാ. അതായത് നമ്മളൊക്കെ എത്ര ധൈര്യശാലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 3 ശ്മശാനമൊക്കെ കടന്നു പോകുമ്പോൾ ഇനി ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞാൻ ധൈര്യമാണ്, എനിക്കൊന്നും ഒരു ഒലക്കിയില്ല, ഞാൻ ഭയങ്കര ഇതാണ്. എന്നാലും അതായത് ശ്മശാനത്തിൽ കിടന്നുറങ്ങുന്നവനായാലും അവന് വരെ ഒരു ഇതുണ്ടാവും, അത് ഭയം ഉണ്ടാവും. അപ്പോൾ ഉള്ളിലുള്ള ഭയവും കാര്യങ്ങളും കൊണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടച്ചൻ ഭഗവാനെ ഗുളികൻ ദൈവം എന്നെല്ലാം വിളിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നായിരുന്നേ. അതായത് ഇതിലും വലിയ സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏരിയം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് തെയ്യത്തിന് പോകുമ്പോൾ വളരെ അതായത് വിജനമായ സ്ഥലത്തൂട്ടിയാണ് പോകുന്നത്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ല. പക്ഷേ വഴി വളക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഭയങ്കരമായിട്ട് അവരാ ഇതാക്കുന്ന ആ പഞ്ചായത്തിനാണ്. അതായത് ഏതാ പഞ്ചായത്ത് എന്ന് എനിക്കറിയില്ല. ഏരിയത്തിൽ പോകുമ്പോൾ എല്ലാ വീട്ടിൻ്റെ മുന്നിലേക്കും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവുമായിരുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഏരിയത്തൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു വർഷമായിട്ട് തെയ്യം കാണാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഇനി പറയണമല്ലോ. തെയ്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ മഞ്ഞ അത് കടന്നു കിട്ടണം. അത് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് അല്ലേ. കടൽ തീരത്ത് നിന്നാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത തിരകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭീകരമായ തിരകൾ, അതാണ് ഏറ്റവും വലിയ ഇത്. അതുവരെ എന്ന് പറഞ്ഞാൽ കടലാടി ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കൂരാക്കൂരിട്ട് ഇങ്ങും നിശബ്ദത, 2 പട്ടികൾ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ. അതുമാത്രമല്ലേ, അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രേതാലയം പോലെ ഒരു ഫ്ലാറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നോക്കുമ്പോഴേക്കും പറഞ്ഞാൽ വലിയ രാക്ഷസന്മാർ ഇങ്ങനെയാ തോന്നാറുണ്ട്. അതെ, നിങ്ങൾ പയ്യാമ്പലത്ത് വന്നിട്ട് അവിടെയുള്ള ഒരു ഖബർസ്ഥാനില്ലേ, ആ ഖബർസ്ഥാനിൻ്റെ അടുക്കുന്ന നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലാറ്റ് കാണാറുണ്ട്. ഇപ്പം നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നില്ല, അതേ സാധനം തന്നെയാണ്. ആ ഫ്ലാറ്റും കാണാം. ആ ഫ്ലാറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭീകരമായിട്ട് അതാണ് നിൽക്കുന്നത്. അപ്പാടാടുന്ന് എന്ത് ചെയ്തു, ഭഗവാനെ തൊണ്ടച്ചൻ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടുന്നും വിട്ടു. അടുത്തതാണ് എൻ്റെ പൊന്നും മക്കളെ ഒരു 1.5 ടാസ്ക് ആടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിവിളക്കം കൊണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ചയും പൂച്ചയും ഇല്ലാത്ത സ്ഥലമാണ്. അതുമാത്രമല്ല, ഈ നമ്മൾ റോഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ബോഡികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പിന്നെ എന്താ പറയുക റോസാപ്പൂവും മറ്റേ പൂവെല്ലാം ഉണ്ടാവും. അതായത് റീത്തൊക്കെ നമുക്കിങ്ങനെ കാണാറുണ്ട്. അങ്ങനെ പോകേണ്ട ഒരു സ്ഥലമാണ്. അതിലൂടെ അത് കടന്നു കിട്ടാൻ എന്നാ പണി. ആരെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം നിന്നു. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:45 അപ്പോഴാണെങ്കിൽ എനിക്ക് മറ്റേ ഇതെല്ലാം ഓർമ്മ വരുന്നത്. ഏത് അറിയാം, നമ്മളെ പിന്നെ MS ഇപ്പോൾ മറ്റേ ഇയാളില്ലേ എന്ന് വെച്ചാൽ ഒരു KT പടനയിൽ എന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാൾ പറഞ്ഞൊരു കാര്യമില്ലേ, സാധകം കൈമാറുമ്പോഴെങ്ങാനാ നിന്നെ കണ്ടതെങ്കിലേ നീ ചോരതൊപ്പി ചത്തേന് എന്ന് പറയുന്ന ഒരാളില്ലേ. അപ്പോഴും എനിക്ക് മനസ്സിലായി, ഈശ്വര ഇനി സാധകം കൈമാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർന്നു പോകല്ലോ, കാരണം ചോര തുപ്പി ചാവുമല്ലോ. എന്നിട്ട് ഇതിൽ വീഴുന്ന ഓർമ്മ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് നമ്മൾ ഏതോ ഒരു സിനിമയിൽ കണ്ട ഒരു രംഗം അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയിലേക്ക് വരുന്നു. പിന്നെ ഒരു മുറൈ വന്ന് പാർത്തായാം ഇതും വരുവാർന്ന്. അപ്പം ഇങ്ങനെയെന്ന് പറയാം. പിന്നെ അതുമാത്രമല്ല, ആ ഭാഗത്തേക്ക് ജീവൻ ഒടുക്കിയതും അതുപോലെ ഇതെല്ലാം മനസ്സിലേക്ക് വരും.
അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങെല്ലാം ഒന്ന് നോക്കി ഒന്ന് റേസിങ്ങിലെ ചെയ്ത് അവിടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു ശരമ്പിട്ട പോലെ ഒരു പോക്കാണ്. പിന്നെ സമാധാനമായി. കാരണം എന്താ പറയുക, പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയപ്പെടുത്താനോ അതിനൊന്നും അല്ല, ഇതൊരു രസം പോലെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു തെയ്യത്തിന് പോകുന്നത് ഇതുപോലെയുള്ള ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ്. അതായത് പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരെയായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ, അത് ഈ രാത്രി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടാ. പിന്നെ അങ്ങോട്ട് തെയ്യത്തിന് പോകുന്നു, അതുപോലെ തന്നെ തെയ്യം അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല, കുറേ നേരം കഴിയും തുടങ്ങാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വന്നിട്ടില്ല. അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരും ഞാനും മാത്രമാണ്. അപ്പോഴേക്കും എൻ്റെ ഒരു ആരാധകൻ വന്നു, അയാൾ പറഞ്ഞ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, നന്നായിരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ അവർ പറഞ്ഞ് ഉള്ളിൽ കയറി എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് അവിടെ ഒരു പരിഗണനയൊക്കെ തന്നു. അങ്ങനെ ഉള്ളിൽ കയറി എടുത്ത് ആ തെയ്യങ്ങൾ തുടങ്ങി. ആ തെയ്യം അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തെയ്യവും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിപൊളി തെയ്യവും കണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഇത് നിർത്തിയില്ലേ, ഇനി അടുത്ത കാവിലെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ ബൈ.